പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റു. ഗ്യാനേഷ് കുമാർ, സുഖബീർ സിംഗ് സന്ധു എന്നിവരാണ് ചുമതലയേറ്റത്. വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ്. ജിൽബി, ഒടുവിൽ ഈ ഒഴിവുണ്ടായിരുന്ന രണ്ട് പോസ്റ്റുകളിലേക്ക് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിരിക്കുകയാണ്. ഏറെ വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് കമ്മീഷണർമാരുടെ നിയമനം വരുന്നത്. കാരണം അരുൺ ഗോയൽ രാജിവെച്ച് എന്തിനാണെന്ന് ഇപ്പോഴും ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് വ്യക്തമായിട്ടില്ല. അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ അറിയൂ. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്ന ഘട്ടത്തിലാണ് പുതിയ കമ്മീഷണർമാരുടെ നിയമനം. മനു, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന അരുൺ ഗോയലിന്റെ രാജി വളരെയേറെ ദുരൂഹത നിറഞ്ഞതായിരുന്നു. അതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചതൊക്കെ വലിയ രീതിയിൽ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇപ്പോൾ തിടുക്കപ്പെട്ടുകൊണ്ട് തന്നെ ഈ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തർ എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ ഈ മുൻ IAS ഉദ്യോഗസ്ഥരായ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സുദ്ധു എന്നിവർ ഇപ്പോൾ അധികാരമേൽക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കാരണം നേരത്തെ ഈ RSS അജണ്ടകൾ നടപ്പാക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ ചുക്കാൻ പിടിച്ച ഒരു ഉദ്യോഗസ്ഥർ കൂടിയാണ് ഇവർ എന്നതും പ്രത്യേകം എടുത്തു പറയണം. കാരണം RSSന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പല സാഹചര്യങ്ങളിലും അവരുടെ അജണ്ടകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഉദ്യോഗസ്ഥരാണിവർ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ പ്രത്യുപകാരം കൂടിയാണ് ഇവരുടെ ഈ പുതിയ ചുമതല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി എന്നിവർ അംഗങ്ങളായ സമിതി ഇവരുടെ പേരുകൾ നിർദ്ദേശിച്ചു. അധിർ രഞ്ജൻ ചൗധരി ഒരു വിയോജിപ്പൊക്കെ അറിയിച്ചിരുന്നു. കാരണം ഇവരുടെ പേരുകൾ നിശ്ചയിച്ചപ്പോൾ അത് വ്യക്തമാക്കിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു എതിർപ്പൊക്കെ അറിയിച്ചില്ലെങ്കിലും ഈ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഈ സമിതി ഇപ്പോൾ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സുദ്ധു എന്നിവരെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് നിയമിച്ചത്. എന്തായാലും ഇപ്പോൾ അവരെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ എത്രയും വേഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണണോ? മനു, എന്തായാലും ഇന്ന് തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേരും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം വിശദമായ ഒരു യോഗം ചേർന്ന് ചർച്ചകൾ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത ശേഷം ഉടൻ തന്നെ തീയതി പ്രഖ്യാപിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന സൂചന ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ നിയമനത്തിന് ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് വോട്ടെടുപ്പിന് രാജ്യം സജ്ജമാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇപ്പോൾ യോഗം ചേരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിനാൽ തന്നെ ഉടൻ തന്നെ ഈ തീയതി പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി. ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റു. ഗ്യാനേഷ് കുമാർ, സുഖബീർ സിംഗ് സന്ധു എന്നിവരാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ജിൽബി നൽകിയത്. ഇനിയിപ്പോൾ ഏത് നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകാം. ഇന്ന് വളരെ വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ജിൽബി നൽകിയത്.